പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക്. ഞാൻ അജിത് ജോയ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഹനത്തെക്കുറിച്ചാണ്. ഞാൻ എങ്ങനെയാണ് ഈ സഹനത്തെ എൻ്റെ ഒരു അറിവിൻ്റെ പുറത്ത് ഞാൻ അതിജീവിച്ചതും അതിജീവിച്ചുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് ഞാൻ സഹനത്തെ ഫേസ് ചെയ്യുന്നത്, ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. സോ അതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittemus debitoribus nostris, et ne nos inducas in tentationem, sed libera nos in malo. ആമേൻ. സഹനം, സഫറിങ്സ്, ഇതില്ലാത്ത ആരുമില്ല. സഹനം ലോകത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഉണ്ട് സഹനം. ഇപ്പം ഞാൻ ഈ സഹനം നമ്മുടെ ഒരു ക്രിസ്ത്യൻ ബേസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനെങ്ങനെ ഇതിനെ അതിജീവിച്ചു, ഞാൻ സഹനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഓരോരുത്തരുടെ സഹനം വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ അതിനൊക്കെ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈശോയെ ഫോളോ ചെയ്ത സഹനം ഉണ്ടാവുമോ? സഹനം ഉണ്ടാവും. നമ്മുടെ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈശോയെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു എന്ന് ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിരചിച്ച് തൻ്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാ. അപ്പം ഈശോയെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരിശുണ്ടാകും. കുരിശില്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ലൈഫിലില്ല. സോ ഇത് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. സഹനമില്ലാത്ത, അതല്ലെങ്കിൽ സാധാ ഭാഷയുടെ പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് നമുക്കില്ല. മരണം വരെ 99 വയസ്സ് ജീവിച്ചാലും 99-ാം വയസ്സ് വരെ ഈ സഹനം ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് ദൈവം സഹനം തരുന്നത്? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിൽ തെറ്റും ശരിയൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് സഹനം ദൈവം തരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം സഹനം തരുന്നില്ല, ദൈവം സഹനം അനുവദിക്കുന്നതാ. ദൈവം സാത്താൻ അനുമതി കൊടുക്കുകയാണ് നമ്മുടെ ലൈഫിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദൈവം അനുമതി കൊടുക്കുകയാണ്. ജോബിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സാവുന്നത് അതാ. ദൈവം പെർമിഷൻ കൊടുക്കുകയാണ്. ഈ എക്സോസിസ്റ്റുകളും പറയുന്നത് അതാണ്. ഒരു വ്യക്തി പൊസസ്ഡ് ആവണമെങ്കിൽ പോലും ദൈവം അനുമതി കൊടുക്കാതെ സാത്താന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്തോ നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവപിതാവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളെല്ലാവരും ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണല്ലോ, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന കാര്യം, ഒരു പുസ്തകത്തിൻ്റെ ആ വായിച്ചു കൊണ്ടിരിക്കുന്ന പേജ് നമുക്ക് അറിയത്തുള്ളൂ. അടുത്ത പേജ് എന്താണല്ലോ മറിച്ച് നോക്കണം. നാളത്തെ ദിവസം നമുക്കിങ്ങനെ മറിച്ച് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവസാനത്തെ പേജ് നമുക്ക് നോക്കണമെങ്കിൽ അവസാനത്തെ പേജ് മറിച്ച് നോക്കണം. ഈ അവസാനത്തെ പേജ് നമുക്ക് മറിച്ച് നോക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതമാകുന്ന പേജ് ഇല്ല. അത് അറിയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫ് സ്പാൻ എത്രയാണെന്നുള്ളത് ദൈവത്തിനെ അറിയൂ. അപ്പോൾ 30 വയസ്സ് വരെ ജീവിക്കേണ്ട വ്യക്തിയാണെങ്കിൽ 30ാമത്തെ വയസ്സിനു അവൻ മരിക്കുമെങ്കിൽ അവന് 30 വയസ്സിനുള്ളിൽ അവൻ ഒരു വിശുദ്ധനായി തീർന്ന് മരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി സഹനം വന്നു കഴിഞ്ഞാൽ വിശുദ്ധരെന്താ ചെയ്തിരുന്നത്? വിശുദ്ധരാരും സഹനം ഒഴിവാക്കിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അവർ സഹനം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഈ വിശുദ്ധരെല്ലാം ഈശോയ്ക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ അവരാരും ഈശോയോട് സഹനം മാറിപ്പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്നൊരു കാര്യം. അവർ ചോദിച്ച് ഉറപ്പായിട്ട് ഈശോ ചെയ്തു കൊടുക്കും. എൻ്റെ ഓർമ്മയില്ല, തെരേസ ന്യൂമാനാണെന്ന് തോന്നുന്നു. കണ്ണിന് കാഴ്ചയില്ല, വളരെയധികം ഈശോയുടെ പീഡാനുഭവം ശരീരത്തെ അനുഭവിക്കുന്ന വ്യക്തി. ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, മകളെ, നിനക്ക് ഞാൻ കാഴ്ച തിരിച്ചു തരാം. അപ്പോൾ ഈ തെരേസ ന്യൂമാൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച വേണ്ട, അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഉപയോഗിച്ചോളാൻ പാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ലോണ് പാസ്സാവാത്തതിന്, കല്യാണം നടക്കാത്തതിന്, മക്കളുണ്ടാവാത്തതിന്, ജോലി ലഭിക്കാത്തതിന്, അഡ്മിഷൻ ലഭിക്കാത്തതിന്, വീട്ടിൽ ഗ്രാനൈറ്റ് ഇടാൻ പറ്റാത്തതിന് നമ്മൾ തൊട്ട് ഇത് സഹനമാണെന്ന് വിചാരിച്ച് ദൈവത്തോടും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ സഹനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുക. ദൈവഗ്രാമിൽ ഇഷ്ടം എന്താണ്? നമ്മൾ ഈശോയെ പോലെ ആക്കുക. അപ്പോൾ എനിക്കൊരു ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, എനിക്ക് മറ്റുള്ളവർ കുറ്റം പറഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ സ്വഭാവ വൈകല്യങ്ങളുണ്ടെങ്കിൽ ഇത് പ്യൂരിഫൈ ചെയ്യണോ? ഇത് പ്യൂരിഫൈ ചെയ്യാൻ ഞാൻ മെനക്കെടുമോ? ഞാൻ മെനക്കെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ഒരു കുഞ്ഞ് സഹനം തരും. അപ്പം ഞാൻ മൗനം പാലിക്കും, കൊന്ത ചൊല്ലാൻ തുടങ്ങും, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങും,
അപ്പം കുറ്റം പറയണത് കുറഞ്ഞു വരും. അപ്പോൾ എന്നിലൊരു ദൈവിക പുണ്യം രൂപപ്പെട്ടില്ലേ? അവിടെ അത് കഴിഞ്ഞ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ടൈം വരും. അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സ്വഭാവം നന്നാവാൻ ദൈവം അടുത്ത പ്രശ്നം അയക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. എന്നെ നന്നാക്കാനാണ് ദൈവം സഹനം തരുന്നത്. പക്ഷേ എനിക്ക് ദൈവം സഹനം തരുമ്പോൾ ആ സഹനം ഞാൻ സ്വീകരിക്കുമ്പോൾ വേറെ ആരോ ഇതേ ടൈമിൽ മാറുന്നുണ്ട്. എൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ഇതേ സമയത്ത് തന്നെ എൻ്റെ ആ പ്യൂരിഫിക്കേഷൻ ഞാൻ ഈശോയ്ക്ക് ഓഫർ ചെയ്യുമ്പോൾ, എൻ്റെ സഹനം ഞാൻ ഈശോയ്ക്ക് ഓഫർ ചെയ്യുമ്പോൾ വേറെ ആരെയോ ദൈവം പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഞാനും പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന സഹനം വഴി എൻ്റെ സഹനം ദൈവം വേറെ ആർക്കോ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അവരും പ്യൂരിഫൈ ചെയ്യപ്പെടുക. ഇനി നമ്മൾ ഈ സഹനം മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം വരാൻ പോണത്? പ്രാർത്ഥിക്കേണ്ടത് ഒന്നുമില്ല. എന്താ പ്രശ്നം വരാൻ പോണത്? ഒന്നും ആലോചിച്ച് നോക്കൂ. നമ്മളെ ദൈവം ഒരു 30 വയസ്സ് വരെയാണ് ദൈവം ജീവിക്കാൻ വേണ്ടി ഉള്ളത് എങ്കിൽ ഈ 30 വയസ്സിനുള്ളിൽ ഒരു വിശുദ്ധനായിട്ട് നമ്മൾ മരിക്കണം എന്ന അധികം ദൈവത്തിന് ആഗ്രഹം. അപ്പോൾ 25ാമത്തെ വയസ്സിൽ ദൈവം എനിക്കൊരു സഹനം തരുവാണ്, ഒരു വലിയൊരു സഹനം. കാരണം ദൈവത്തിന് അറിയാം ഇനി ഇവൻ 5 വർഷമേ ഉള്ളൂ ഭൂമിയിൽ. ഇത് മനസ്സിലാക്കാത്ത ഞാൻ പോയി മറ്റ് പല ഭക്ത അഭ്യാസങ്ങളും ചെയ്ത് ഈ സഹനം മാറ്റുമ്പോൾ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പാപങ്ങളോട് കൂടിയാണ്, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യപ്പെടാതെയാണ് 30ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കുന്നത്. അപ്പോൾ അന്ന് ഭൂമിയിൽ സഹിക്കേണ്ട സഹനത്തിൻ്റെ എത്രയോ മടങ്ങി ഇരട്ടി സഹനം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് സഹിച്ച് തീർക്കേണ്ടി വരും. ഇതറിയുന്ന ദൈവമാണ് നിന്നെ പരീക്ഷയിൽ ഒരു പേപ്പർ തോൽപ്പിക്കുന്നത്, നിനക്ക് ജോലി കിട്ടാൻ ഇച്ചിരി താമസം തരുന്നത്, നിന്റെ കല്യാണം ഇത്തിരി വൈകിപ്പിക്കുന്നത്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ ഇത്ര ലേറ്റാക്കുന്നത്. ദൈവത്തിന് നമ്മളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കിട്ടാൻ? നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്തായാലും 500 കിലോ സാധനങ്ങൾ ചുമക്കണം ഈ ഭൂമിയിൽ. ഇത് മാറ്റാൻ പറ്റത്തില്ല. ഒന്നിച്ച് ചുമക്കണോ അതോ ഇത് ഡിവൈഡ് ചെയ്തോ ഒരു 25 കിലോ ആയിട്ട് നിങ്ങൾ ചുമക്കുക, അല്ലെങ്കിൽ 5 കിലോ ആയിട്ട് ചുമക്കണമെന്നോ? ഇത് നിങ്ങളുടെ ഓപ്ഷൻ. എന്ന് പറയുന്നത് പോലെ മരണം വരെ സഹനം ഉണ്ടാവും. അപ്പോൾ സഹനം മാറാൻ വർദ്ധിക്കുമ്പോൾ ഈ സഹനം മാറിപ്പോവും. അപ്പോൾ അത് വെച്ചാൽ മാറ്റിത്തരും. പക്ഷേ ഇത് പിന്നെയും വരും. അത് വരുന്നത് വേറെ ഫോമിലായിരിക്കും. കാരണം നീ 25ാമത്തെ വയസ്സിൽ നീ എത്രത്തോളം വിശുദ്ധനായിരിക്കണം, എത്രത്തോളം പ്യൂരിഫൈ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നീ ആ സഹനം വന്നപ്പോൾ നീ പറയുകയാണ് ഇത് മാറിപ്പോട്ടെ. അപ്പോൾ 28ാമത്തെ വയസ്സിൽ ഈ സഹനം തിരികെ വരും. അപ്പോൾ 25ാമത്തെ വയസ്സിൽ നീ പ്യൂരിഫൈ ചെയ്യപ്പെടാത്തത് പ്ലസ് അത്രയും വർഷം നീ ചെയ്ത എക്സ്ട്രാ പാവങ്ങളുടെ പ്യൂരിഫിക്കേഷനും നീ 28ാമത്തെ വയസ്സിൽ സഹിക്കേണ്ടി വരും. ഇരട്ടി സഹനം വന്നു. എന്നാൽ പിന്നെ ഇത് ഡിവൈഡ് ചെയ്ത് സ്വീകരിച്ചപ്പോഴേ അതാണ് ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സഹനം. പഠന കാലഘട്ടത്തിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വഴി ഉണ്ടാകുന്ന സഹനം, പിന്നീട് കുറച്ച് അങ്ങോട്ട് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കല്യാണം നടക്കാനുള്ള ബുദ്ധിമുട്ട്, മക്കളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട്, മക്കളുണ്ടായിട്ട് മക്കൾ കാരണം ഉണ്ടാകുന്ന സഹനം, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ അൽഫോൻസമേക്കാളോ കണ്ണുനീര് കുടിച്ച വീട്ടമ്മമാർ കേരളത്തിലില്ലേ? പക്ഷെ അവരാരും വിശുദ്ധരായിട്ടില്ല. അൽഫോൻസമ്മ കണ്ണുനീര് ഈശോയെ പുരുഷന് ചുവട്ടിൽ സമർപ്പിച്ചപ്പോൾ അത് ഈശോ നന്മയ്ക്കാക്കി മാറ്റും. എന്നാൽ ഈ വീട്ടമ്മമാർ കരഞ്ഞ് അത് തീർത്തു. കരഞ്ഞ് തീർക്കുക മാത്രമല്ല, പറയാൻ പറ്റുന്ന ആൾക്കാർ മൊത്തം നാട്ടുകാരത്ത് മൊത്തം ഈ സഹായത്തെ പറ്റി പറഞ്ഞ് അതിൻ്റെ വില കളയണം. അപ്പം നമ്മളിങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് ഉറപ്പായിട്ടും മരണം വരെ സഹനം ഉണ്ടാകും. സഹനം നമ്മൾ ഉണ്ടാകുമ്പോൾ വെപ്രാളപ്പെട്ടാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യം, സഹനം ഉണ്ടാകുമ്പോൾ വെപ്രാളപ്പെട്ടാൽ ഈ സഹനം നീണ്ടു പോകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. മാതാവ് പറഞ്ഞിട്ടൊരു കാര്യമാണിത്. നമ്മൾ സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ടിരുന്നാൽ നീണ്ടുപോകും. 40 ദിവസം കൊണ്ട് ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലോട്ട് 40 ദിവസത്തെ യാത്രയോടി. എന്നാൽ ഇവന്മാർ അവിടെ കിടന്ന് പിറുകുറുക്കുകയും വീട്ടം പറയുകയും ഇത് തന്നെ വിടാടും. 40 വർഷം എടുത്തു. 40 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 40 വർഷം സഹനം നീണ്ടുപോയത് കണ്ടില്ലേ? അതേപോലെ സഹനം വരുമ്പോൾ വെപ്രാളപ്പെടരുത്. ഞാനൊക്കെ സഹനം വരുമ്പോൾ ഭയങ്കര നമ്മുടെ കഴിയോടെ നമ്മളിത് മാറ്റാൻ നോക്കും. ആ സാധനം ഇത് മാറത്തില്ലാതെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു സറണ്ടറിങ് ഉണ്ടല്ലോ, ദൈവം ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന, അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് മാറാത്തത്. ദൈവത്തിനെ ആശ്രയിച്ചിട്ട് ആ സഹനം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്തിട്ട് ദൈവമേ ഐ ആം ഹിയർ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിപാടി ചെയ്തിട്ട് ദൈവം അങ്ങ് പൊക്കോളും. അതായത് നമ്മളെ പ്യൂരിഫൈ ചെയ്തിട്ട് ദൈവം പോവും. നമ്മൾ വീണ്ടും പ്യൂരിഫൈ ആയി കൂടുതൽ ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 500 കിലോയുടെ കാര്യം പറഞ്ഞല്ലോ, 500 കിലോ കുറേശ്ശെ ആയിട്ട് ചുമക്കണമോ എന്നുള്ളത്. അത് നമുക്ക് വരുന്ന സഹനങ്ങൾ വഴി മാത്രമല്ല നമ്മളിത് കുറക്കുന്നത്. നമ്മൾ ബോധപൂർവം എടുക്കുന്ന പരിത്യാഗ പ്രവൃത്തികളിലൂടെയും ഇത് കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ
ഞാനിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ഫാൻ ഇട്ടിട്ടാ. അസഹനീയമായ ചൂടാണ്. അപ്പം ഞാൻ ഫാൻ ഇടാതെ വേർത്തൊലിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ വിയർക്കുമ്പോൾ അത് കുഞ്ഞു സഹനമാണല്ലോ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ വിയർക്കുമ്പോൾ എനിക്ക് വരാനിരിക്കുന്ന ഏതോ ഒരു കുഞ്ഞു സഹനം ഒഴിവായി പോകുന്നുണ്ട്. കാരണം ദൈവം ആ സഹനം അയക്കുന്നത് എന്തിനാണ്? എന്നിൽ എന്തോ ഒരു ദൈവിക പുണ്യം ഉണ്ടാകാൻ. ഞാനത് ഇവിടുന്ന് വിയർത്ത് തീർക്കുന്നുണ്ട്. അപ്പം ഇനി ആ സഹനം അയക്കേണ്ട എന്ന് ദൈവം ചിന്തിക്കും. അതാണ് നമ്മൾ ബോധപൂർവ്വം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ, പരിത്യാഗം എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ സഹനങ്ങൾ ഒഴിവായി പോകും. ഇത് എൻ്റെ ബോധ്യത്തിലൊന്ന് ഞാൻ പറയുന്നതാണ്. എനിക്കറിഞ്ഞുകൂടാ, ശരിയാവാം തെറ്റാവാം. പക്ഷേ ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇതേ കാര്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ് അവരും പ്രാക്ടീസ് ചെയ്തപ്പോൾ അവരുടെ ലൈഫിലും അവർ ഈ മാറ്റങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ സഹനം സ്വീകരിക്കുക. ഈശോ കൂടെയുണ്ട്. ഈശോ ഈ സഹനം കഴിയുമ്പോൾ ഒരു ബ്ലെസ്സിങ്ങും ദൈവം ഉറപ്പായിട്ട് നമുക്ക് തരും. അൾട്ടിമേറ്റ്ലി 10, 60, 70 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവനോട്ട് പോകട്ടെ. അല്ലാതെ ഈ ഭൂമിയിൽ എല്ലാ കാലത്തും നമ്മൾ ജീവിക്കത്തില്ലല്ലോ. അൾട്ടിമേറ്റ്ലി നിത്യജീവനാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സന്ദേശം വായിക്കാം. 2022 സെപ്റ്റംബർ 21 ജോർജി ചോബിക്ക് മാതാവ് കൊടുത്ത മെസ്സേജിലുള്ളൊരു സന്ദേശം ഇപ്രകാരം. മാതാവ് പറയാണ്, നിങ്ങളുടെ കേരളത്തിൽ നിന്ന് തന്നെ എൻ്റെ വിൺലോകത്തിലേക്ക് ഉയർന്ന പൊൻതൂവലാണ് മരിയാസലി, സിസ്റ്റർ മരിയാസലി. ഇവിടെ ഊർസുനയിൽ കോൺവെൻറ്റിലുള്ള കണ്ണൂരിലുള്ള ധന്യയായ മരിയാസലി. അവളോട് മധ്യസ്ഥം ചോദിക്കുവിൻ. അവൾ ഈശോയുടെയും എൻ്റെയും മുൻപിൽ നിങ്ങൾക്ക് മധ്യസ്ഥയായി വർത്തിക്കുന്നു. തിരുസഭ അവളെ ധന്യയായി ഉയർത്തി. അവളൊരു വിശുദ്ധ തന്നെയാകുന്നു. അവൾ പറയാം, മരിയാസലി എൻ്റെ കൂടെയുണ്ട് എന്ന് മാതാവ് പറയാൻ. നിങ്ങൾക്കറിയാവുന്ന ദൈവദാസിയായ സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന കൊള്ളേത്തായും, എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ ഇത് ഏത് ദൈവദാസിയ എന്നുള്ളത്. കൊള്ളേത്തായും ദൈവദാസനായിരിക്കുന്ന മാത്യു കാവുക്കാട്ടും ദൈവദാസിയായിരിക്കുന്ന ഏലീശയായും ദൈവദാസനായ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും എല്ലാം എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ട്. വിശുദ്ധ അൽഫോൻസ എന്നോടൊപ്പം ആയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. സോ ഇവരെല്ലാം സ്വർഗത്തിലെത്തി. ഇതേപോലെ നാളെ നമ്മൾ സ്വർഗത്തിലായിരിക്കാനാണ് ദൈവം അനുവദിക്കുന്നത്. അല്ലാതെ സ്നേഹം മാത്രമായ ദൈവത്തിന് നമ്മളിങ്ങനെ ചുമ്മാ പട്ടം കറക്കിയിട്ട് അത് കിട്ടാൻ. അവിടെ നമുക്കറിഞ്ഞുകൂടാ ഈ പുസ്തകത്തിന് അവസാനം, ജീവിതമാണ് പുസ്തകത്തിന് അവസാനം എന്താണ് എന്നുള്ളത്. അവിടെ ദൈവത്തിൻ്റെ പ്ലാനിൽ ട്രസ്റ്റ് ചെയ്യുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. മാതാവിന്റെ പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedictatum mulieribus et benedictus fructus ventris sui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Ave Maria, gracia plena, Dominus tecum, benedictatum mulieribus et benedictus fructus ventris sui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.